വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. സന്തോഷത്തിൻ്റെ ഒരു പാർലമെൻറ്റാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ആ കുടുംബജീവിതത്തിൽ എന്തുകൊണ്ടാണ് പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്നേഹവും സന്തോഷവും ഇന്ന് ഇല്ലാത്തത്? വളരെയധികം കെട്ടുറപ്പുള്ള മനസാന്നിധ്യമുള്ള മാനസികമായി വളരെയധികം അടുപ്പമുള്ള ബന്ധങ്ങളായിരുന്നു പഴയ കാലത്ത് കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് പക്ഷേ അത്രയധികം കെട്ടുറപ്പുള്ള ഇമോഷണൽ ക്ലോസ്നെസ് ഉള്ള ബന്ധങ്ങൾ നമ്മൾ കാണുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണ്? പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ ഒന്നിച്ചിരിക്കുന്ന പിതാവും മാതാവും മക്കളും എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള സമയങ്ങൾ ഇന്ന് കുടുംബത്തിൽ വളരെയധികം കുറവാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. സൈക്കോളജിസ്റ്റുകൾ ഫാമിലി ടൈം അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്ന മാതാവും പിതാവും മക്കളും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന, സ്നേഹം പങ്കിടുന്ന ഒരു ഒന്നിച്ചിരിക്കുന്ന സമയം തന്നെ ഇന്ന് കുടുംബത്തിൽ അന്യമായിരിക്കുന്നു. ഓരോരുത്തരും ഓരോ സമയത്ത് പുറത്തു പോവുകയും ഓരോ സമയത്ത് അകത്തേക്ക് വരികയും ഓരോ സമയത്ത് ഭക്ഷണം കഴിക്കുകയും കടന്നു വരികയും ഉറങ്ങുകയും പോവുകയും ഒക്കെ ചെയ്യുന്ന പരസ്പരം ബന്ധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ലോകം ഇന്ന്, നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക തലമുറയിലെ ഭാര്യമാർ, നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ വല്ലാതെ വികസിച്ചതോടുകൂടെ ആധുനിക തലമുറയിലുള്ള ചില ഭാര്യമാരൊക്കെ ഇപ്പോൾ പരാതി പറയുന്നത്, എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ചെലവഴിക്കുന്നതിൻ്റെ ഒരു 25% സമയമെങ്കിലും എൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് ചെലവഴിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നുവെങ്കിൽ എത്രയോ സന്തോഷമായിരിക്കുമെന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് വൈകുന്നേരം രാത്രി വീട്ടിലെത്തിയിട്ട് ഫേസ്ബുക്ക് ഓൺ ചെയ്ത് വാട്സപ്പ് ഓൺ ചെയ്ത് ഒരുപാട് സമയം അതിലെ വാട്സപ്പിലെ മുഴുവൻ ഗ്രൂപ്പുകളിലും മറുപടി അയക്കണം. എല്ലാ ഗ്രൂപ്പുകളിലും മറുപടി അയച്ച് സമയം കളയുന്ന ആളുകളാണ്. കാരണം ഒരു 10, 500, 400 ഒക്കെ ഗ്രൂപ്പുകളാണ് ഓരോരുത്തർക്കും ഫേസ്ബുക്കിൽ. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകൾ കുടുംബത്തിലേക്ക് കടന്നു വന്നതോടുകൂടെ കുടുംബത്തിനും മക്കൾക്കും ഭാര്യയ്ക്കും കിട്ടിയിരുന്ന സമയമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് രാത്രി 8 മണിക്ക് വീട്ടിലെത്തിയ ഭർത്താവ് വാട്സപ്പിലെ മുഴുവൻ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ എല്ലാ പേഴ്സണൽ ചാറ്റുകളിലും റിപ്ലൈ അയച്ച് മറുപടി അയച്ച് അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്ക് ഓൺ ചെയ്ത് അതിലുള്ള മുഴുവൻ ഫ്രണ്ട്സിനും കമൻ്റ് അടിക്കുകയും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ഏകദേശം ഒരു രാത്രി 11:30 ആകുമ്പോഴത്തേക്കും അദ്ദേഹം ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാകും. എന്നിട്ട് ഉറങ്ങിയതിന് ഭാര്യയെ കുറ്റം പറയുക, ഭർത്താവിനെ കാത്തിരിക്കാത്ത ഭാര്യയാണെന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് സോഷ്യൽ മീഡിയ വല്ലാതെ വല്ലാതെ നുഴഞ്ഞു കയറിയിരിക്കുകയാണിന്ന്. ഈ സാങ്കേതിക സംവിധാനങ്ങൾ വികസിച്ചതോടുകൂടെ ലോകം വല്ലാതെ ചുരുങ്ങുകയും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം വല്ലാതെ അടുക്കുകയും അതോടൊപ്പം ഒരു വൈരുദ്ധ്യം എന്ന രീതിയിൽ മനുഷ്യൻ്റെ മനസ്സുകൾ തമ്മിൽ വല്ലാതെ അകന്നു പോവുകയും ചെയ്തിരിക്കുന്ന ഒരു ബന്ധങ്ങളാണ്, അത്തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇന്ന് നാം കാണുന്നത്. 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള 8000 കിലോമീറ്റർ അപ്പുറത്തുള്ള ലോകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തിരിക്കുന്ന ഏതോ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനുമായിട്ട് 4000 മൈലുകൾക്കപ്പുറത്തുള്ള കൂട്ടുകാരനുമായിട്ട് ഒരുപാട് നേരം ചാറ്റ് ചെയ്യുന്ന ഭർത്താവ് പക്ഷേ 2 അടി അപ്പുറത്ത് ബെഡിലുള്ള സ്വന്തം ഭാര്യയോട് മുഖത്തോട്ട് നോക്കി സംസാരിക്കുവാനുള്ള സമയം കിട്ടുന്നില്ല. ഒരിക്കലും നമ്മുടെ കുടുംബത്തിലേക്ക് ഈ വാട്സപ്പ് അതുപോലെ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വീചാറ്റ് ആണെങ്കിലും ലിങ്ക്ഡ്ഇൻ ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയകൾ ഒരിക്കലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, കുടുംബത്തിനുള്ള സമയം കവർന്നെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും വളർന്നുകൂടാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും രണ്ടുപേരും കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വാട്സപ്പ് ഉപയോഗിക്കാതിരിക്കുക, ഫേസ്ബുക്ക് ഉപയോഗിക്കാതിരിക്കുക, കുടുംബത്തിനുള്ള സമയം കുടുംബത്തിന് മാത്രമായി നൽകുക. ഭാര്യയും മക്കളും ഒന്നിച്ച് യാത്ര പോവുകയാണെങ്കിൽ മൊബൈലിലേക്ക് തല കുനിച്ചിരിക്കുന്നതിന് പകരം സ്നേഹത്തോടു കൂടെയുള്ള സംഭാഷണങ്ങൾ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരുക. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുക. ഒരുപാട് കിലോമീറ്ററുകൾക്ക് ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഏതൊക്കെയോ ആളുകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിന് പകരം നമ്മെ സ്നേഹിച്ച് നമ്മുടെ കൂടെയുള്ള സ്വന്തം ഭർത്താവിനും സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരുക. അങ്ങനെ ഈ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ നമ്മുടെ കുടുംബത്തിലെ സ്നേഹം കവർന്നെടുക്കുന്ന, അതുപോലെ തന്നെ പരസ്പരമുള്ള സഹകരണം കവർന്നെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വളരാതിരിക്കുക. ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ബോധവാന്മാരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആധുനിക തലമുറയിൽ കെട്ടുറപ്പുള്ള ബന്ധങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ വീണ്ടും ഒന്നിച്ച് ഭാര്യയും ഭർത്താവും ഇരിക്കുകയും മക്കളും കൂടെ ഇരിക്കുകയും സ്നേഹത്തോടു കൂടെ സംസാരിക്കുകയും മക്കളുടെ പഠനത്തിൽ പ്രോത്സാഹനം നൽകുകയും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയ്ക്കും പരസ്പരം സ്നേഹം സമ്മാനിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ഇടം ഉണ്ടാവട്ടെ. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.